നമസ്കാരം. ഞാൻ നാരായണ സാർ, പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഗ്രീനറി ഗാർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പരിസ്ഥിതി സംഘടനയുടെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായി ഗ്രീനറി ഗാർഡ്സ് ഓഫ് ഇന്ത്യ പാലക്കാടും കേരളത്തിലും സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തും പരിസ്ഥിതി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ ഫൈറ്റിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വളണ്ടിയർ ആക്ടിവിറ്റീസുകൾ, ചാരിറ്റി എന്നുള്ള മേഖലകളിലെല്ലാം തന്നെ നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു സംഘടനയാണ്. സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എനിക്ക്. ഞാനും ആ ഒരു രീതിയിൽപ്പെട്ടൊരു ആളാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിൽ കണ്ട കുറേ ദുരനുഭവങ്ങൾ, പ്ലാസ്റ്റിക് ആയാലും പിന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതായാലും, ആ ഒരു മനോവിഷമത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഞങ്ങളിങ്ങനൊരു സംഘടന രൂപീകരിക്കാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. അങ്ങനെ ഒരു കാടോണം എന്നൊരു പ്രോഗ്രാം നെല്ലിയാമ്പതി ബേസ് ചെയ്തിട്ടുള്ള കൽച്ചാടി കോളനി എന്ന് പറയുന്ന മേഖലയിൽ അവിടുത്തെ ട്രൈബ്സിൻ്റെ കൂടെ ആദിവാസികളോടൊപ്പം ഇരുന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കാടോണം എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. അന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ക്ലീനിങ് പ്രോഗ്രാം തുടങ്ങണം. അങ്ങനെ നെല്ലിയാമ്പതിയിൽ ചെന്നു. അന്നത്തെ അവിടുത്തെ നമുക്ക് ഗൈഡ് ചെയ്തിരുന്ന ഭദ്രൻ സാറ് എൻ്റെ നേതൃത്വത്തിൽ, ഫോറസ്റ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ഈ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എല്ലാ മാസവും നെല്ലിയാമ്പതിയിൽ ഒരു ക്ലീനിങ്, ഒരു പ്രോഗ്രാമെങ്കിലും, ചില മാസങ്ങളിൽ 2ഉം 3ഉം ഒക്കെ ആവാറുണ്ട് മറ്റുള്ള സംഘടനകൾ നമ്മളുമായി യോജിക്കുന്ന സമയത്ത്. ഗ്രീനറി ഗാർഡ്സ് ഓഫ് ഇന്ത്യയുടെ മാത്രമായിട്ട് എല്ലാ മാസവും ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു വരുന്നു. എല്ലാ മാസവും നമുക്കൊരു 300 to 500 കിലോയോളമാണ് നമുക്ക് അവിടുന്ന് വേസ്റ്റ് നമ്മൾ പെറുക്കി കൂട്ടുന്നത്. അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റായിട്ടും മദ്യക്കുപ്പികളായിട്ടും അങ്ങനെ പലതരത്തിൽ അങ്ങനെ ഒരു 500ഓളം വേസ്റ്റ് കിട്ടാറുണ്ട്. അതിനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്യേണ്ട ഘടകങ്ങൾ റീസൈക്ലിംഗ് പ്രോസസ്സിനായി കൊടുക്കുകയും സംസ്കരിക്കേണ്ടത് ശാസ്ത്രീയമായി തന്നെ മലയിറക്കി സംസ്കരിക്കുകയാണ് ചെയ്തു വരുന്നത്. നെല്ലിയാമ്പതി മലനിരക്കുകൾ സത്യത്തിൽ എന്താ പറയുക, വളരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു പ്രദേശം കൂടിയാണ്. എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയുടെ ഒരു 70%, തൃശ്ശൂർ ജില്ലയുടെ ഒരു 60% തന്നെ പറയാം. കുടിവെള്ളത്തിൻ്റെയും ഇറിഗേഷൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരക്ക് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന, അവിടുത്തെ പുൽമേടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെയാണ് നമ്മളത് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല പാരിസ്ഥിതികമായിട്ട് വളരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രദേശമാണ്. ആ ഒരു തിരിച്ചറിവാണ് ഞങ്ങളെ അവിടെ കേന്ദ്രീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. മാത്രമല്ല, അവിടെ ഇപ്പം എല്ലാ പ്രോഗ്രാമുകൾക്കും നമുക്കൊരു 40-30 മെമ്പേഴ്സ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായി വരുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. നമ്മൾ നാച്ചുറൽ ക്യാമ്പുകൾ, കുട്ടികളിലാണ് ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് എന്നുള്ളൊരു വസ്തുത വെച്ചുകൊണ്ട് തന്നെ നാച്ചുറൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നത്. കുട്ടികളിൽ ഇതിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലെ ടാപ്പിലെ വെള്ളം തുറക്കുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്. ഡാമുകളിൽ നിന്നും, ഈ ഡാമിലേക്ക് എവിടെ നിന്ന് വെള്ളം വരുന്നു, അരുവികളിൽ നിന്നും, ഈ അരുവികളിൽ എങ്ങനെയാണ് ഇത് വെള്ളമായി മാറുന്നത്, അതെങ്ങനെയാണ് അവൻ്റെ വീട്ടിലെ വെള്ളമായിട്ട്, അല്ലെങ്കിൽ അവൻ കൈ കഴുകുന്നത് കുടിക്കുന്ന വെള്ളമായി മാറുന്നതെന്നുള്ളത് അറിവ് അവനെ വല്ലാതെ പ്രകൃതിയുമായി അടുപ്പിക്കുന്നത് നമ്മൾ നേരിട്ട് കാണാനുള്ള അനുഭവങ്ങളുണ്ടായി. ആ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സത്യത്തിൽ ഇന്ന് എന്താ പറയുക, ഇപ്പോൾ നെല്ലിയാമ്പതി മാത്രമല്ല, പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളും, ഇപ്പോൾ മലമ്പുഴ കേന്ദ്രീകരിച്ചായാലും, അട്ടപ്പാടി ചുരം കേന്ദ്രീകരിച്ചായാലും, കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചായാലും, പല സംഘടനകളിലൂടെ നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഊർജം ഇത് തന്നെയാണ്. നമ്മൾ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ആ ഒരു അനുഭൂതി മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് തുറന്നു പോകാനാണ് തോന്നുന്നത്. നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ വെച്ചാൽ അവരുടെ ഒരു അനുഭവം, അതാണ് സത്യത്തിൽ ഇതിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്.
എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്നുള്ളത്. അത് ആ ഒരു സന്തോഷാവസ്ഥയിലെ അനുഭൂതി അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു ഊർജ്ജമാണ് നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത ഒരു ജീവി മനുഷ്യൻ തന്നെയാണ്. അതിൽ വലിയൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇത് നിലച്ചു പോകില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അത് കൊച്ചുങ്ങളിലൂടെ കുഞ്ഞുങ്ങളിൽ അവരുടെ ബിലീഫ് സിസ്റ്റം ഡെവലപ്പാകുമ്പോൾ തന്നെ ഈ പ്രകൃതിയോട് ഒരു പ്രതിബദ്ധതയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഞങ്ങൾ ലക്ഷ്യമായി കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മളുടെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പ്രകൃതിയോട് ഒന്നിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളിന്ന് അറിയാത്ത ആ ഒരു സന്തോഷാവസ്ഥ എന്താണ്, അത് മറ്റുള്ളവരെ എന്താ പറയുക ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ പ്രകൃതിയോട് ഒന്നിച്ചു പോകാൻ പറ്റാവുന്ന രീതിയിൽ നാച്ചുറൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ട്രക്കിങ്ങുകൾ, ഹൈക്കിംഗ് പരിപാടികൾ അതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിനായിട്ട് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ ഒരു ട്രക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. പബ്ലിക് മീഡിയാസൊക്കെ ഇത്രയും എന്താ പറയുക തുറന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കത് ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിലൂടെ നമ്മുടെ പ്രോഗ്രാമിന് വന്ന് കഴിയുമ്പോഴാണ് അവർക്ക് ഇതിൽ നിന്ന് എന്തെല്ലാമോ കിട്ടുന്നു. അതിന് മികച്ച ഉദാഹരണങ്ങളാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന് സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്തു നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പം അവരെല്ലാം പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഇതാണ്: അവർ ഒരു മാസം വരാതിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ നഷ്ടപ്പെടും. എന്തെന്ന് പറയാൻ അറിയെങ്കിലും എന്തെന്ന് പറയാൻ അറിഞ്ഞില്ലെങ്കിലും എന്തോ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളതെല്ലാം വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. അത് സത്യമായൊരവസ്ഥയാണ്.